ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ADGP അല്ലെങ്കിൽ DGP എന്ന നിലയിലേക്ക് വരാൻ ഇപ്പോഴും ഇത്രയേറെ ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടും സാധ്യതാ പട്ടികയിൽ ഉണ്ട് എന്ന് കരുതുന്നയാളാണ് MR അജിത് കുമാർ. പക്ഷേ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാം. സമാനമായ മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ തെറ്റായ വിവരം നൽകിയതിന്റെ പേരിൽ ഈ അന്വേഷണം ശരിയായ നിലയ്ക്ക് പോകുമോ? സംശയമുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥ പ്രത്യേകം മമതയോ വിദ്വേഷമോ പുലർത്തുന്ന ഒരു നടപടിയും ഒരു കാലത്തും സ്വീകരിക്കുന്ന സർക്കാരല്ല. അനിൽകുമാറുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന വിഷയങ്ങളിൽ ഫലപ്രദമായ അന്വേഷണമാണ് സർക്കാർ പല തലങ്ങളിൽ പ്രഖ്യാപിച്ചത്. ഏറ്റവും പ്രധാനമായി അൻവർ ഉയർത്തിയ ആരോപണമൊക്കെ വളരെ ഗൗരവമുള്ളതായിരുന്നു. ഈ ആരോപണം ഗൗരവമുള്ളതല്ല എന്നല്ല, കാരണം IAS IPS ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമാണെങ്കിലും ആ ചെറിയ വീഴ്ചകളും വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അതിനെതിരെ കേട്ട കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ആധാരം എടുക്കുമ്പോൾ രൊക്കം പണം നൽകി പല മടങ്ങ് വലുതായിട്ട് കള്ളപ്പണം ചെയ്യാൻ എന്നൊക്കെയുള്ള ആരോപണങ്ങളായിരിക്കും. അതൊന്നും വസ്തുതയല്ല എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ആരോപണകർത്താവ് തന്നെ ഒളിച്ചുപോയതാണ് അതിൽ കണ്ടത്. ഇപ്പൊ എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഇത്തരം സർവീസുകളിലൊക്കെ തന്നെ പ്രമോഷനുമായി ബന്ധപ്പെട്ടുമൊക്കെ പല താല്പര്യങ്ങൾ കയറി കളിക്കുന്നതാണ്. ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം പരാതിക്കാരനാണ്. ജാമ്യമൊഴിയെ സംബന്ധിച്ച് അദ്ദേഹം പരാതിപ്പെട്ടിട്ടുണ്ട്. DGP അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ നിയമാനുസൃത ആ കാര്യങ്ങൾ പോകട്ടെ എന്ന് തന്നെ സ്വീകരിക്കുള്ളൂ. ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമവിരുദ്ധമായി സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് സർക്കാർ നയം തന്നെയാണ്. ഈ സ്വത്ത് സമ്പാദനമടക്കം അദ്ദേഹത്തിനെതിരെ ഉയർന്ന പരാതികളൊക്കെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ അതെല്ലാം ശരിയായ നിലയ്ക്കാണ് എന്ന നിലയ്ക്ക് അന്വേഷണങ്ങൾ വരികയാണ്. അപ്പോൾ ഒരു സംരക്ഷണ നിലപാടുണ്ട് എന്ന് പല വിധത്തിൽ ആരോപണങ്ങളുണ്ട്. അതായത് ഈ വിഷയത്തിൽ ഇപ്പോൾ P വിജയനെതിരായ അജിത് കുമാറിൻ്റെ ഇത്തരത്തിലുള്ള ഒരു മൊഴി, അതിനെതിരെയുള്ള അന്വേഷണം അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമോ, അതോ ഒരു സംരക്ഷണ കവചം അദ്ദേഹത്തിനുണ്ട് എന്ന ആരോപണത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനം ഇതിലുണ്ടാകും? അല്ല, ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട അൻവർ എന്താ പറഞ്ഞത്? അജിത് കുമാർ ആധാരം എഴുതിയപ്പോൾ അക്കൗണ്ടിലൂടെ അല്ല ട്രാൻസ്ഫർ ചെയ്തത്, രൊക്കം പണമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആധാരത്തിന്റെ കോപ്പി നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുക. അൻവർ പറഞ്ഞാണോ ശരി എന്ന് പരിശോധിക്കാം. അൻവർ പറഞ്ഞതാണോ വസ്തുത എന്ന് പരിശോധിക്കാം. പക്ഷെ അന്വേഷണം അവതരിപ്പിക്കേണ്ട എന്താണ്? അദ്ദേഹം രൊക്കം പണമായിട്ടല്ല അക്കൗണ്ടിലൂടെയാണ് ട്രാൻസ്ഫർ നടത്തിയത്. വീട് പണിയുമായി ബന്ധപ്പെട്ട ബാങ്ക് വായ്പ എടുത്തിരുന്നു. ആ രേഖകൾ പരിശോധിച്ചാൽ വസ്തുതാപരമായ എന്തൊരു നയിച്ചത് കടമാണെന്ന് കണ്ടാൽ ഏത് സംരക്ഷണ കവചത്തെ കുറിച്ചാണ് അങ്ങ് സംസാരിച്ചത്? നിങ്ങൾക്ക് നിയമത്തിന്റെ പിൻബലം വേണം, തെളിവിന്റെ പിൻബലം വേണം ആരോപണം ഉന്നയിക്കുമ്പോൾ. അൻവറിനത് ബാധകമല്ല. അൻവറിന് എന്തുമാകാം. P ശശിക്കെതിരെ പറഞ്ഞു, ജയകുമാറിനെതിരെ പറഞ്ഞു, മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു, അൻവറിന് പോകാം. പക്ഷെ നിയമങ്ങളല്ലല്ലോ. ഇപ്പോൾ ഉയർന്നു വന്ന വിഷയത്തിനകത്ത് നിയമപരമായി ഒരു പരാതിക്കാരൻ നിൽക്കുന്നു, ഒരു IPS ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജമൊഴി സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് പ്രശ്നം. അത് പരിശോധിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സർക്കാരില്ലല്ലോ. അതുകൊണ്ടല്ലേ DGP തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി കൊടുത്തു നിങ്ങൾ തന്നെ പറയുന്നത്. സ്വാഭാവികമായും സർക്കാർ നിയമപരമായി തന്നെ അക്കാര്യങ്ങൾ ചെയ്യാൻ ജാഗ്രതപ്പെടും. അതിനൊന്നും പ്രത്യേകമായ സംരക്ഷണത്തിന്റെ ആവശ്യമില്ല. ഒരു ഉദ്യോഗസ്ഥനെയും പ്രത്യേകമായി ഏതെങ്കിലും കാര്യത്തിൽ നിയോഗിക്കുകയോ അദ്ദേഹത്തെ സംരക്ഷിക്കുകയോ നിയമവിരുദ്ധമായി സംരക്ഷിക്കുകയോ ചെയ്യുന്നതല്ല ഇടതുപക്ഷത്തിന് ഇല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ബാക്കി അനിൽകുമാറിനെ കുറിച്ച് അദ്ദേഹം ആയി ബന്ധപ്പെട്ടുണ്ടാക്കിയ എല്ലാ വാദങ്ങളും വസ്തുതാപരമായി തെറ്റായിരുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്യോഗസ്ഥന്റെ എന്തെങ്കിലും സഹായം കൊണ്ട് നിലനിൽക്കുന്ന ഒരു സർക്കാരല്ല പിണറായി സർക്കാർ. വളരെയധികം നന്ദി ശ്രീ അനിൽകുമാർ സംസാരിച്ചതിന്. കാരണം അത്രയധികം വിവാദങ്ങളിൽ പെട്ട വ്യക്തിയാണ്. അപ്പോഴാണ് ഇവിടെ ദർവേഷ് സാഹിബ് വിരമിക്കാൻ പോവുകയാണ് ഈ ജൂണിൽ. അപ്പോൾ DGP കാറ്റഗറിയിലേക്ക് ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ നൽകിയിരുന്നു. ആ പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേരുമുണ്ട്. പൂരം കലക്കൽ വിവാദം, RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച, അങ്ങനെ അനധികൃത സ്വത്ത് സമ്പാദനം, അങ്ങനെ നിരവധി കേസുകളിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ആ വിവാദങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ DGP റാങ്കിലേക്കുള്ള ശുപാർശയിൽ അദ്ദേഹത്തിന്റെ പേരുമുള്ളത്. അതുകൊണ്ടാണ് സ്വാഭാവികമായി സർക്കാരിന് സംരക്ഷണമുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാകില്ല എന്നാണ് അനിൽകുമാറിന്റെ പ്രതികരണം വരുന്നത്.